ഓക്കെ, നമ്മുടെ ഇന്നത്തെ അനാലിസിസിലേക്ക് വരാം. ഇന്ന് വളരെ നല്ല രീതിയിൽ വർക്ക് ചെയ്തൊരു ഡേ ആണ്. നമ്മുടെ 1-ാം തീയതിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പുതിയൊരു തുടക്കത്തിലേക്ക് പോവേണ്ട ഒരു ഡേ ആണ്. അതുകൊണ്ട് ഈ വർഷം അമിതമായ ലോസുകളൊന്നും ഉണ്ടാക്കാതെ നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ നോക്കണം. അതിനുവേണ്ടി നല്ല സ്ട്രാറ്റജീസ്, അതായത് 100% ആക്യുറസി ഉള്ള സ്ട്രാറ്റജീസ് എല്ലാ ദിവസവും നമ്മൾ ട്രേഡ് ചെയ്യാതിരിക്കാനും ഒക്കെ ശ്രമിക്കേണ്ട ആ ഒരു അങ്ങനെ ഒരു പ്രതിജ്ഞ നിങ്ങൾ എടുക്കുന്നത് വളരെ ബെറ്റർ ആയിരിക്കും. നമുക്ക് നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, നോക്കിക്കോളാം. ഞാനിന്ന് ജസ്റ്റ് ഒന്ന് തുടങ്ങി വെച്ചു എന്ന് ലോസ് ഒട്ടും തന്നെ വരുത്താൻ പാടില്ലാത്തതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു പ്രോഫിറ്റ് എടുത്തു എക്സിറ്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. നോക്കിക്കോളാം. നമ്മൾ ഇൻഡെക്സ് ലെവൽസ് നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. നമുക്ക് സ്ട്രൈക്കിലേക്ക് വരാം. സ്ട്രൈക്ക് വെച്ച് നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് പറഞ്ഞുതരാം. ആദ്യം റെഡ് പോയിൻറ്റ്സിൽ കാണിച്ചിരിക്കുന്നത് നോക്കാം. നമുക്ക് ഇന്ന് ലെവൽസ് ഉണ്ടായിരുന്നത് ഈ 3-ാമത്തെ പോയിന്റിലേക്ക് വരുമ്പോഴത്തേക്ക് എന്താ നോക്കിയാൽ സി പൊസിഷൻ, ബാങ്ക് നിഫ്റ്റിയുടെ സി പൊസിഷൻ ഫസ്റ്റ് ലെവലിലാണ് നിൽക്കുന്നത്. ഇപ്പുറത്തെ സി പൊസിഷനും ഫസ്റ്റ് ലെവലിലാണ് നിൽക്കുന്നത്. പി പൊസിഷൻ ഓക്കെ, നോക്കിക്കോളാം. നമ്മുടെ പി പൊസിഷൻ അതേസമയം ഫസ്റ്റ് ലെവലിലാണ് നിൽക്കുന്നത്. കണ്ടോ, കയറി ഫസ്റ്റ് ലെവലിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇനി ഒരു ഓപ്പോസിറ്റ് റിയാക്ഷൻ സംഭവിക്കും. കണ്ടോ, പി ഇടിഞ്ഞിട്ടുണ്ട്, അതേസമയം സി കയറിയിട്ടുണ്ട്. കണ്ടോ, നല്ല രീതിയിൽ അത് 100% റിട്ടേൺ ഉള്ള ഒരു ട്രേഡായിരുന്നു ആ ഒരു ട്രേഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് 100% റിട്ടേൺ ആകണം എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഇൻഡെക്സ് ലെവൽസിലേക്ക് കൂടെ നോക്കിയിട്ട് അവിടെ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാം. 3-ാമത്തെ ക്യാൻഡിൽ അല്ലേ, കൂടുതലും നമ്മൾ സെൻസെക്സും ഫ്യൂച്ചറുമാണ് നോക്കേണ്ടത്. 3-ാമത്തെ ക്യാൻഡിൽ നോക്കിയത് ഫ്യൂച്ചർ ഫസ്റ്റ് ലെവലിലാണ് നിൽക്കുന്നത്. കണ്ടോ, ഫസ്റ്റ് ലെവലിലാണ്. സെൻസെക്സ് അതേസമയം ഡോട്ടർ ലൈൻസിലേ ഉള്ളൂ, പക്ഷേ ഫ്യൂച്ചർ ഫസ്റ്റ് ലെവലിൽ നിൽക്കുന്നുണ്ട്. സോ ഫ്യൂച്ചർ അതിനെ കൺഫേം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അത്രയും 100% റിട്ടേണിലേക്ക് അത് പോകുന്നത്. നെക്സ്റ്റ് അതായിരുന്നു നമ്മളുടെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത്. ആദ്യത്തെ പൊസിഷൻ അല്ലേ, ആദ്യത്തെ പൊസിഷൻ അത് മാത്രമാണ്. നമ്മുടെ ബാങ്ക് നിഫ്റ്റിയിൽ മാത്രമല്ല കേട്ടോ, അത് എല്ലാത്തിനകത്തും ഉണ്ട്. ബാങ്ക് നിഫ്റ്റിയിൽ അത് 3-ാമത്തെ ക്യാൻഡിൽ പൊസിഷൻ തരുന്നുണ്ട്, അതായത് ഫസ്റ്റ് ലെവലിലാണ് നിൽക്കുന്നത്. നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ നിഫ്റ്റിയിൽ ഒരെണ്ണം ഫസ്റ്റ് ലെവലിലാണ് നിൽക്കുന്നത്. ദെൻ നമ്മൾ നിഫ്റ്റിയിലേക്ക് വരുമ്പോഴും 3-ാമത്തെ ക്യാൻഡിൽ ഫസ്റ്റ് ലെവലിൽ നിൽപ്പുണ്ട്. ഒരെണ്ണം അല്ല, നിഫ്റ്റിയുടെ 3 ആകെ 3 ഇന്ന് നിഫ്റ്റിയിൽ ഉണ്ടായിരുന്നുള്ളൂ. 3 ചാർട്ടേ ഉണ്ടായിരുന്നുള്ളൂ. 3 ചാർട്ടും അതേസമയം ഫസ്റ്റ് ലെവലിൽ തന്നെയാണ് നിൽക്കുന്നത്. പി പൊസിഷൻ ഫസ്റ്റ് ലെവലിൽ എത്തിയിട്ടുണ്ട്, സി പൊസിഷനും ഫസ്റ്റ് ലെവലിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ എല്ലാം കൺഫേം ചെയ്ത് നമുക്ക് കിട്ടിയിരുന്നു ആദ്യത്തെ ആ റെഡ് പോയിന്റിൽ കാണിച്ചിരിക്കുന്നത്. അടുത്ത പൊസിഷൻ നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്ലൂ പോയിന്റ് നോക്കുക. അതായത് 1 2 3 4 5 6 7th ക്യാൻഡിൽ കണ്ടോ, 7th ക്യാൻഡിൽ ഈ പി പൊസിഷൻ കയറിപ്പോയ പി പൊസിഷൻ നമുക്ക് 100% റിട്ടേൺ തന്ന ആ ഒരു പി പൊസിഷൻ കയറിപ്പോയി ഫസ്റ്റ് ലെവലിനെ ടച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതേസമയം ബ്ലൂ മാർക്ക് കൊടുത്തിരിക്കുന്നത് നോക്കിക്കേ. നമ്മളുടെ ബാങ്ക് നിഫ്റ്റിയിൽ ഒരെണ്ണം മാത്രമേ ഫസ്റ്റ് ലെവലിൽ ടച്ച് ചെയ്യുന്നുള്ളൂ. ദെൻ അതേസമയം നിഫ്റ്റിയിലേക്ക് നോക്കുമ്പോഴും അത് 7-ാമത്തെ ക്യാൻഡിൽ നമ്മുടെ പി പൊസിഷൻ ഇറങ്ങി വന്നിട്ട് ഫസ്റ്റ് ലെവലിനെ ടച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ സി പൊസിഷൻ കയറി ഫസ്റ്റ് ലെവലിൽ ടച്ച് ചെയ്തിട്ടുണ്ട്. നിഫ്റ്റിയിലേക്ക് വരുമ്പോഴും അതായത് ഫസ്റ്റ് ലെവലൊക്കെ 3 കൺഫേംഡ് ആണ്. അപ്പോൾ നമുക്കതിന് കൊടുക്കാം. പിന്നെ അത് ബോർഡ് ലൈൻ പ്രകാരം കൺഫേംഡ് ആണ്. ബോർഡ് ലൈൻ ഞാൻ നോക്കിയതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 7-ാമത്തെ ക്യാൻഡിൽ നമ്മളപ്പോൾ നമ്മളുടെ ഇൻഡെക്സ് കൂടെ കൺഫേം ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നോക്കിയപ്പോൾ 7-ാമത്തെ ക്യാൻഡിൽ നമ്മുടെ സെൻസെക്സ് ഫസ്റ്റ് ലെവലിലാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ സെൻസെക്സ് അതിനെ നമുക്ക് കൺഫേം ചെയ്യുന്നു. അതേസമയം 7-ാമത്തെ ക്യാൻഡിൽ ഫ്യൂച്ചർ ബോർഡ് ലൈനിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ബോർഡ് ലൈൻ ട്രേഡുകളും ആക്റ്റീവ് ആണോ നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ആക്യുറസി പറയാൻ പറ്റും. നിഫ്റ്റി അതേസമയം ബോർഡ് ലൈനിലാണ് നിന്നത്. കണ്ടോ, ഇറങ്ങി വന്ന് ബോർഡ് ലൈൻ നിൽക്കുന്നുണ്ട്. ഇവിടെയും ബി പൊസിഷൻ ഇറങ്ങി വന്ന് ബോർഡ് ലൈൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു സി പൊസിഷനിലെ കൺഫേം ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നമ്മൾ ഒരുപാട് അതിനകത്ത് റിട്ടേൺ വന്നിട്ടില്ല. ഒരുപാടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്രയും റിട്ടേൺ വന്നിരിക്കുന്നത് നോക്കുകയും ഒരു ഗ്രീൻ പോയിൻ്റ് 65 രൂപയുടെ ഐറ്റം ഒരു 90 രൂപ 85 രൂപയൊക്കെ വരെ വന്നിട്ടുണ്ട്. ഓക്കെ, അതായത് 20 പോയിൻറ്റ്സ് ബാങ്ക് നിഫ്റ്റിയിൽ 20 പോയിൻറ്റ്സ് നമുക്ക് വന്നിട്ടുണ്ട്. അതായത് എത്ര ശതമാനം റിട്ടേൺ ആയിരിക്കും? ഒരു 30% മുകളിൽ റിട്ടേൺ വന്നിട്ടുണ്ടെന്നുള്ളതാണ് ആ ഒരു പൊസിഷൻ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഒരു 30% റിട്ടേണൊക്കെ എടുത്തിട്ട് നമുക്ക് എക്സിറ്റ് ചെയ്യാനായിട്ട് പറ്റും. കാരണം തൊട്ടടുത്ത പൊസിഷൻ അവിടെ ആക്റ്റീവ് ആകരുത് എന്നുള്ളത്. കാരണം അടുത്ത പൊസിഷൻ ആക്റ്റീവായി. നമ്മൾ 7-ാമത്തെ ക്യാൻഡിൽ ഈ ഒരു പൊസിഷൻ എടുത്തു. തൊട്ടടുത്ത് നോക്കി 8 9 10-ാമത്തെ ക്യാൻഡിൽ ആയപ്പോഴത്തേക്ക് ഇത് ഇറങ്ങി വന്ന് കണ്ടോ, നിഫ്റ്റി ഇത് ഇറങ്ങി വന്ന് ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നുണ്ട്. ഇതേസമയം ഇപ്പുറത്തും ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നുണ്ട്. ദെൻ നിഫ്റ്റി ആണെങ്കിലും അതുപോലെ തന്നെ ഇറങ്ങി വന്ന് ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നുണ്ട്. അതേ ക്യാൻഡിൽ ബാങ്ക് നിഫ്റ്റി നോക്കുമ്പോഴും അതേസമയം ഇറങ്ങി വന്ന് ബോൾ ലൈൻ ടച്ച് ചെയ്തിട്ടുണ്ട്. കണ്ടോ,
അത് ഇൻഡെക്സ് കൺഫേം ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇൻഡെക്സ് ആ ഒരു ട്രേഡിനെ കൺഫേം ചെയ്തിട്ടില്ല. പക്ഷേ നമ്മുടെ സ്ട്രൈക്കുകളെല്ലാം അതിനെ കൺഫേം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയാറുള്ളത് സ്ട്രൈക്ക് എന്തായാലും 100% ആക്യുറസി ആയിട്ട് അത് വർക്ക് ചെയ്യും. അതുകൊണ്ട് തൊട്ടടുത്ത പോയിന്റിൽ പി പൊസിഷൻ ആക്റ്റീവായിട്ടുണ്ട്. കണ്ടോ, നല്ല രീതിയിൽ പി പൊസിഷൻ പോയിട്ടുണ്ട്. ഇനി അടുത്ത ട്രേഡിലേക്ക് നമുക്ക് വരാം. അപ്പോൾ അതൊരു യെല്ലോ പോയിൻറ്റ്സ് മാറി. ഇനി അടുത്ത നമ്മൾ ഗ്രീൻ പോയിൻറ്റ്സ് നോക്കിക്കേ. ബാങ്ക് നിഫ്റ്റി ഈ പറഞ്ഞ സി പൊസിഷൻ കയറിപ്പോയി. ദെൻ പി പൊസിഷൻ അവിടുന്ന് കുറച്ച് റിട്ടേൺ തന്നതിന് ശേഷം അത് റിട്ടേൺ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒരു 30% റിട്ടേൺ ഒക്കെ കിട്ടിയിട്ടുണ്ടാകും. അതിൽ നിന്ന് എക്സിറ്റ് ചെയ്യാം. അതിന് ശേഷം നമ്മൾ നോക്കുമ്പോഴത്തേക്കും പി പൊസിഷൻ കയറി പോയിട്ട് ബോൾ ലൈനെ ടച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെയും പി പൊസിഷൻ കയറിപ്പോയി ബോൾ ലൈൻ ടച്ച് ചെയ്തിട്ടുണ്ട്. സൂം ചെയ്യാം കേട്ടോ. കയറിപ്പോയി ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നു. ഇപ്പുറത്തും പി പൊസിഷൻ കയറിപ്പോയിട്ട് ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നു. സി പൊസിഷൻ ആണെങ്കിൽ ഇറങ്ങി വന്നിട്ട് ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നു. ഇപ്പുറത്തും സി പൊസിഷൻ ഇറങ്ങി വന്ന് ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നു. അപ്പോൾ ഇനി അടുത്ത ഒരു സി പൊസിഷൻ ആക്റ്റീവ് ആകും എന്നുള്ളതാണ്. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയിൽ മാത്രമല്ല, നിഫ്റ്റിയിലും ഒക്കെ അത് തന്നെയാണ്. അത് കയറിപ്പോയി ബോൾ ലൈൻ ടച്ച് ചെയ്തിട്ടുണ്ട്. പി പൊസിഷൻ ഈ ഗ്രീൻ പോയിൻറ്റ്സ് നോക്കുക. ഇറങ്ങി വന്നത് ഇവിടെയൊക്കെ ഇറങ്ങി വന്ന് ബോൾ ലൈൻ ടച്ച് ചെയ്തിട്ടുണ്ട് സി പൊസിഷൻ. ഓക്കെ, പിന്നെ നിഫ്റ്റിയിലും അതൊക്കെ തന്നെയാണ്. അപ്പോൾ അടുത്ത ഒരു സി ട്രെൻഡാണ് അടുത്ത ഉണ്ടാകാൻ പോകുന്നത്. കണ്ടോ, അടുത്ത ഒരു സി പൊസിഷൻ ഉണ്ടായി. നല്ല റിട്ടേൺ അവിടെയും വന്നിട്ടുണ്ട്. കണ്ടോ, ഇവിടെയൊക്കെ ഒരു 1200 രൂപയുടെ ഐറ്റം 1400 രൂപയ്ക്ക് മുകളിൽ റിട്ടേൺ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നല്ല രീതിയിൽ റിട്ടേൺ അത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ വലിയ ഇന്ത മണിയിലുള്ള ഐറ്റംസാണ്. കണ്ടോ, അടുത്തൊരു പൊസിഷൻ വരുന്നത് നിഫ്റ്റി ഇറങ്ങി വന്നിട്ട് മറ്റേത് നമ്മുടെ ഇൻഡെക്സ് ലെവൽ കൺഫേം ചെയ്യുന്നുണ്ടോ നമ്മൾ നോക്കിയില്ല. ഇൻഡെക്സ് ലെവൽ ഇല്ല, ഇൻഡെക്സ് ലെവൽ അതിലും കൺഫേംഡ് അല്ലായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് വരുന്നത് നിഫ്റ്റി ഇറങ്ങി വന്നിട്ട് ഇറങ്ങി വന്ന് ലാസ്റ്റ് സെക്കൻഡ് ലൈനിനെ ടച്ച് ചെയ്യുന്നുണ്ട്. കണ്ടോ, പി പൊസിഷൻ ഇറങ്ങി വന്ന് സെക്കൻഡ് ലൈനിനെ ടച്ച് ചെയ്യുന്നു. ഇപ്പുറത്ത് സി പൊസിഷൻ കയറിപ്പോയി സെക്കൻഡ് ലെവലിനെ ടച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പുറത്തും അല്ല, സെക്കൻഡ് ലൈനിനെ ടച്ച് ചെയ്യുന്നതാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. സെക്കൻഡ് ലൈനിൽ 2 കൺഫേംഡ് ഉള്ളൂ. ഫസ്റ്റ് ലെവൽ ട്രേഡാണ് കൂടുതൽ അതിനകത്ത് കൺഫേംഡ് ആയിട്ടുള്ളത്. നോക്കിക്കേ, ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ അതേസമയം കയറി പോയിട്ട് ഫസ്റ്റ് ലെവലിനെ ടച്ച് ചെയ്തിരിക്കുന്നു. കണ്ടോ, സി പൊസിഷൻ കയറിപ്പോയി ഫസ്റ്റ് ലെവലിൽ ടച്ച് ചെയ്തിരിക്കുന്നു. ഇവിടെയും സി പൊസിഷൻ കയറിപ്പോയി ഫസ്റ്റ് ലെവലിൽ ടച്ച് ചെയ്തിരിക്കുന്നു. ഇവിടെയാണെങ്കിൽ പി പൊസിഷൻ ഇറങ്ങി വന്ന് ഫസ്റ്റ് ലെവലിൽ ടച്ച് ചെയ്തിരിക്കുന്നു. ഇവിടെയും പി പൊസിഷൻ ഇറങ്ങി വന്ന് ഫസ്റ്റ് ലെവലിൽ ടച്ച് ചെയ്തിരിക്കുന്നു. കണ്ടോ, ഫസ്റ്റ് ലെവൽ ട്രേഡാണ് അതിനകത്ത് കൂടുതൽ ആക്റ്റീവായിരുന്നത്. ഇവിടെയും കണ്ടോ, നിഫ്റ്റിയിൽ ഫസ്റ്റ് ലെവലിൽ ടച്ച് ചെയ്തിട്ടുണ്ട്. ദെൻ ഇവിടെയും നിഫ്റ്റിയിൽ ഫസ്റ്റ് ലെവലിൽ ടച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നിഫ്റ്റിയിൽ ഫസ്റ്റ് ലെവലിൽ ടച്ച് ചെയ്തിട്ടുണ്ട്, വരച്ചിട്ടില്ല അത്. ഓക്കെ, അപ്പോൾ അത്രയും കൺഫേംഡ് ആയിരുന്നു. പിന്നെ സെക്കൻഡ് ലെവൽ കൂടെ കൺഫേംഡ് ആണ്. സെക്കൻഡ് ലെവൽ 2 കൺഫേംഡ് ആയിട്ടുള്ളൂ. സെക്കൻഡ് ലെവൽ ഞാനവിടെ മാർക്ക് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇൻഡെക്സ് ലെവൽസ് അതേസമയം ഉള്ളത് നിങ്ങൾ നോക്കിക്കും. ഇൻഡെക്സ് ലെവൽസ് ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്യുന്ന ഇൻഡെക്സ് ലെവലുണ്ട്. ഫ്യൂച്ചർ ജസ്റ്റ് ടച്ചിങ് ഇല്ല, ചെറിയ വ്യത്യാസമുണ്ട്. ഫസ്റ്റ് ലെവൽ ഫ്യൂച്ചർ അതേസമയം ഫസ്റ്റ് ലെവലിലും ദെൻ സെൻസെക്സ് സെക്കൻഡ് ലെവലിലുമാണ് നിൽക്കുന്നത്. അപ്പോൾ സെക്കൻഡ് ലെവലോ ഫസ്റ്റ് ലെവലോ ആക്റ്റീവായിട്ട് ആകുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഫസ്റ്റ് ലെവലോട് ആക്റ്റീവായിരുന്നു, സെക്കൻഡ് ലെവലോ ആക്റ്റീവാണ്. 2 കൺഫേംഡ് ഉള്ളൂ, എന്നാലും സെക്കൻഡ് ലെവലിലാണ്. അപ്പോൾ അങ്ങനെ ആ ട്രേഡും ആക്റ്റീവാണ്. ആ ട്രേഡിൽ നല്ല രീതിയിൽ റിട്ടേൺ അതിനകത്ത് പോയിട്ടുണ്ട്. കണ്ടോ, ബാങ്ക് നിഫ്റ്റിയിലൊക്കെ നല്ല റിട്ടേൺ അവിടെ പി പൊസിഷൻ കൊടുത്തിട്ടുണ്ട്. 551 രൂപയുടെ സാധനം 651 രൂപ, 100 പോയിൻറ്റ്സ് നമുക്കവിടെ റിട്ടേൺ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരേപോലെയുള്ള സ്ട്രൈക്ക് ലെവൽസ് ഒരേപോലെ വന്ന് ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്യുക, ഒരേപോലെ വന്ന് സെക്കൻഡ് ലെവൽ ടച്ച് ചെയ്യുക, ഒരേപോലെ വന്നിട്ട് ബോൾ ലൈൻ ടച്ച് ചെയ്യുക. ഇതേ സമയം നമ്മളുടെ ഇൻഡെക്സ് ലെവലിലും അതേ പൊസിഷനിലാണ് നിൽക്കുന്നതെങ്കിൽ നല്ല കൺഫർമേഷൻ ഉള്ള ട്രേഡുകളാണ് അത്. അതിനെ നമുക്ക് ഫോർവേഡ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്ട്രൈക്ക് ലെവൽസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് കോൺടാക്റ്റ് ചെയ്യണം. ഇൻഡെക്സ് ലെവൽസ് ഫ്രീ ആണ്. ഇൻഡെക്സ് ലെവൽസിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, എല്ലാവരും ജോയിൻ ചെയ്യാം. നമ്മളെ ഡയറക്റ്റ് വാട്സപ്പ് കോൾ ചെയ്യണമെങ്കിൽ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. ഡയറക്റ്റ് വിളിച്ചാൽ കിട്ടില്ല, നമ്പർ ബ്ലോക്കായിട്ട് കിടപ്പുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് വിളിച്ചാൽ കിട്ടാത്തത്. നമുക്ക് നമ്പർ ചേഞ്ച് ചെയ്യണം. അതുവരേക്കും നമുക്ക് വാട്സപ്പ് കോൾ ചെയ്യേണ്ടവർക്ക് വാട്സപ്പ് കോൾ ചെയ്യാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. എപ്പോഴും ഞാൻ കോൾ ചെയ്താൽ എടുക്കണം എന്നില്ല, അതുകൊണ്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. ഓക്കെ.